പിതൃക്കളിങ്ങനെ ഒരു ഗതിയും പരഗതിയും ഇല്ലാതെ ഇങ്ങനെ അലഞ്ഞു നടന്നുണ്ടല്ലോ, നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് കഷ്ടതകൾ വന്നുകൂടും എന്നുള്ളതിൽ സംശയമില്ല. അവർ നമ്മളെ നേരിട്ട് ഉപദ്രവിക്കുന്നതൊന്നുമല്ല, ഇവർക്ക് മോക്ഷഗതി കിട്ടാത്തത് കൊണ്ട് നമുക്ക് കിട്ടേണ്ടുന്ന ഈശ്വരീയ ഗുണങ്ങൾ ലഭിക്കാതെ പോകും. അതാണ് മനസ്സിലാക്കേണ്ടത്. പ്രധാനമായിട്ടും തൊഴിലിൽ എന്തുമാത്രം പ്രശ്നമായിരിക്കും. ഒരു തൊഴിൽ കിട്ടുക, അതിൽ കുറേ പ്രശ്നങ്ങളുണ്ടാവുക, തൊഴിൽ നഷ്ടപ്പെട്ടു പോവുക, അല്ലെങ്കിൽ ഒരു തൊഴിലുണ്ട് പക്ഷെ അതിൽ നിരന്തരമായ പ്രശ്നങ്ങൾ, വീട്ടിലെപ്പോഴും ദാരിദ്ര്യ ദുഃഖം മാത്രം, കുടുംബത്തിനകത്ത് കലഹം മാത്രം, പിന്നെ ഒരല്പം എന്തെങ്കിലുമൊക്കെ സമ്പാദിച്ചു കൂട്ടുമ്പോൾ ഓരോ തരം രോഗങ്ങൾ വന്നുകൂടുക, അനാവശ്യമായിട്ടുള്ള ചെലവ് വന്നുകൂടുക, നമ്മൾ മനസാവാച കർമ്മണ അറിയാത്ത കാര്യങ്ങൾക്ക് പോലും നമ്മൾ പഴി കേൾക്കേണ്ടി വരിക. ഇങ്ങനെ പിതൃദുരിതമായിട്ട് ബന്ധപ്പെടുത്തി പറഞ്ഞു പോവുകയാണെങ്കിൽ അങ്ങ് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. പലപ്പോഴും നമ്മൾ വിചാരിച്ചു കഴിഞ്ഞാൽ ഈ പിതൃദോഷങ്ങളെല്ലാം മാറ്റിയെടുക്കാൻ കഴിയുകയും ചെയ്യും. പക്ഷെ അതിൻ്റെ യഥാർത്ഥ വിധി ഏതാണെന്ന് മനസ്സിലാക്കാതെ പലരും അങ്ങോട്ടും ഇങ്ങോട്ടും ഉഴറി നടക്കുകയാണ്. ചിലപ്പോൾ ചില ജ്യോതിഷരോ ആചാര്യരോ പറഞ്ഞു കൊടുക്കുന്ന വില പിടിച്ച പൂജ കാര്യങ്ങളൊന്നും ഇവർക്ക് ചെയ്യാൻ പറ്റുകയില്ല. അങ്ങനെയും പിതൃക്കൾക്ക് മോക്ഷം ഇല്ലാണ്ട് ആയിപ്പോവും. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത്, നമ്മൾ ഈ കർക്കിടക വാവിന് ബലിയിടില്ലേ, ബലിയിട്ടിട്ട് വന്നിട്ട് സദ്യ നമ്മൾ ഒരുക്കി കൊടുക്കാറില്ലേ, ഈ സമയത്ത് നമ്മൾ മന്ത്രം ജപിച്ച് ആ ഭക്ഷണം കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പിതൃക്കളിൽ ആർക്കെങ്കിലുമൊക്കെ മോക്ഷം ഇല്ലാതെ നിൽക്കുകയാണെങ്കിൽ അവർക്ക് മോക്ഷപ്രാപ്തിക്ക് വേണ്ടുന്ന എല്ലാ അവസരവും ഒരുങ്ങിക്കിട്ട് അവർ മോക്ഷപഥത്തിലേക്ക് പോവുകയും ചെയ്യും. ഏറെക്കാലമായിട്ട് പിതൃദുരിതം അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന പലർക്കും ഈ ഒരൊറ്റ കാര്യം ചെയ്തപ്പോൾ തന്നെ ആ വിഷയം മാറിക്കിട്ടി എന്നുള്ളത് എൻ്റെ മുന്നിൽ തെളിവായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ പറയുകയാണ്, നിങ്ങൾ പിതൃക്കളെ മാനിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ, പിതൃമോക്ഷത്തിലൂടെ നിങ്ങളുടെ ജീവിതം ഒരു കരയ്ക്കെത്തണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണെങ്കിൽ, അല്ലെങ്കിൽ പിതൃ കാര്യങ്ങളിൽ വിശ്വാസമുള്ള ഒരു വ്യക്തിയെങ്കിലും ആണെങ്കിൽ, നാളൊരു പ്രശ്നം ഉണ്ടാകാതിരിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഈ വീഡിയോ പൂർണ്ണമായിട്ട് കണ്ടു കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു അറിവും കിട്ടും, നിങ്ങളുടെ ജീവിതം ഒരു നല്ല രീതിയിലേക്ക് മാറുകയും ചെയ്യും. അതിന് വേണ്ടിയിട്ടാണ് ഞാനിത് പറഞ്ഞു തരുന്നത് കേട്ടോ. നമസ്കാരം, ഞാൻ RJ അയ്യർ, ഹരിചന്ദന മഠം. ഹൈന്ദവ ആചാര സംബന്ധമായ, ജ്യോതിഷ, മോട്ടിവേഷൻ സംബന്ധമായ ഒട്ടേറെ കാര്യങ്ങൾ പറഞ്ഞു തരുന്ന ഒരു വാട്സപ്പ് ചാനൽ നമുക്കുണ്ട്. ഇതിൻ്റെ കീഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും അതിൻ്റെ കമൻറ്റ് ബോക്സിലും ഈ ചാനലിൻ്റെ ലിങ്ക് ഉണ്ട്. ഇതിലൂടെ ചാനൽ പ്രവേശിച്ചാൽ നിങ്ങളുടെ പിറന്നാളിന്, നിങ്ങളുടെ കുടുംബ അംഗങ്ങളുടെ പിറന്നാളിന് സൗജന്യമായിട്ട് പുഷ്പാഞ്ജലി അർച്ചനകൾ നടത്തി കിട്ടുന്നതാണ്. അപ്പോൾ കർക്കിടക മാസത്തിലെ ബലിയിടുക എന്ന് പറഞ്ഞാൽ ഹൈന്ദവ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഏറെ വിലപ്പെട്ട ഒന്ന് തന്നെയാണ്. നമ്മുടെ മൺമറഞ്ഞു പോയ പൂർവികർക്ക് വേണ്ടിയിട്ട് നടത്തപ്പെടുന്ന ബലിയാണ്. പലപ്പോഴും പലരും വിചാരിക്കുന്നത് എൻ്റെ പിതാവ് മരണപ്പെട്ടു പോയി, അല്ലെങ്കിൽ എൻ്റെ വേണ്ടപ്പെട്ട ഒരാൾ മരണപ്പെട്ടു പോയി, അയാൾക്ക് വേണ്ടിയിട്ടാണ് കർക്കിടകത്തിൽ വാവ് ബലി നടത്തുന്നത് എന്നുള്ളതാണ്. വാസ്തവത്തിൽ അത് ശരിയാണ്. എന്നാൽ ആ വാവ് ബലി സ്വീകരിക്കുന്നത് ഈ മരണപ്പെട്ടു പോയ നമ്മുടെ പിതൃ ആയിട്ട് നിൽക്കുന്ന ആ ഒരാൾ മാത്രമല്ല, അതിന് പിറകെ അസംഖ്യം പേരുണ്ട്, നമ്മുടെ തലമുറയുടെ കണ്ണികൾ. അവരെല്ലാം ചിലപ്പോൾ അങ്ങ് ഋഷിവര്യന്മാർ വരെ ഉണ്ടാവും. അവരെല്ലാം തന്നെ നമുക്ക് അനുഗ്രഹം നൽകുന്ന, നമ്മുടെ പാരമ്പര്യത്തെ കാത്തു സൂക്ഷിക്കുന്നവരാണ്. അപ്പോൾ അവർക്ക് കൃത്യമായ രീതിയിൽ നമ്മൾ പ്രസാദം കൊടുക്കാൻ പറ്റുന്ന ഒരു കാലയളവാണ് ഈ കർക്കിടക മാസത്തിലെ വാവ് എന്ന് പറയുന്നത്, കർത്തവാവ് എന്ന് പറയുന്നത്. അപ്പോൾ ആ ദിവസം ബലിയിടുന്നത് ഏറെ പുണ്യകരം തന്നെയാണ്. എന്നാൽ ബലിയിട്ടിട്ട് പലപ്പോഴും പലരും അതോടുകൂടി ആ ചടങ്ങ് തീർന്നു എന്നാണ് വിചാരിക്കുന്നത്. പിന്നെ അങ്ങോട്ട് മദ്യപാനമായി, മറ്റ് പല കാര്യങ്ങളായി, തലേദിവസം ഒരു ദിവസം വ്രതം എടുത്തു പോയി, അതുകൊണ്ട് പിറ്റേ ദിവസം ആഘോഷിക്കണം എന്നുള്ള മട്ടിലൊക്കെ ചിലർ കാണുന്നുണ്ട്. ഒരിക്കലും പാടില്ലാത്ത കാര്യമാണ്. നിങ്ങൾ ബലിയിട്ട് വന്നു കഴിഞ്ഞാൽ അവിടെ വ്രതം കണ്ടിന്യൂ ചെയ്യണം. അന്ന് ഉച്ചയ്ക്ക് എന്തായാലും വീടുകളിൽ ഒരു സദ്യ ഒരുക്കും. അത് വിഭവസമൃദ്ധമായ രീതിയിൽ ഒരുക്കാൻ കഴിയുന്നവരുണ്ട്, ഒന്നോ രണ്ടോ കറിയുണ്ട്, കഴിയുന്നത് പോലെ ഒരു സദ്യ ഒരുക്കുന്നവരുണ്ട്. അങ്ങനെ ബലിയിട്ടവർക്കും സദ്യ കൊടുക്കണം, ആ വീട്ടിലുള്ളവരൊരു സദ്യ കഴിക്കണം എന്നുള്ള രീതി ഉണ്ടല്ലോ നമുക്ക് പാരമ്പര്യമായിട്ട്. അപ്പോൾ ആ സദ്യക്ക് ആ മുന്നോടിയായിട്ട് ഇവർ ആദ്യം ചെയ്യുന്നത്, സദ്യ ഇട്ടിട്ട് പുറത്ത് ഇല വിളമ്പി അവിടെ കാക്കകൾക്ക് ഊട്ടുക എന്ന് പറയുന്ന ചടങ്ങാണ്. സദ്യ വെച്ച് കൊടുക്കും അല്ലേ, എന്നിട്ട് കൈകൊട്ടി വിളിക്കും. അന്ന് ഒരുപാട് കാക്കകൾക്ക് ഒരുപാട് എടുത്ത് പോകാനുണ്ട്, ബലിക്കടവുകളിൽ പോകണം, ഓരോ വീടിൻ്റെ മുറ്റത്തും ഇങ്ങനെ സദ്യ കിട്ടും. അതുകൊണ്ട് പലപ്പോഴും കാക്കകൾ വിളിച്ചാൽ കിട്ടുകയില്ല. പക്ഷെ നമ്മളൊന്ന് മനസ്സിലാക്കണം, വായസം അഥവാ കാക്ക ആത്മരൂപേണ പറന്നു വരുന്നത്, അതിലെ പ്രത്യക്ഷത്തെ നമ്മളിങ്ങനെ കാക്കയെ കാണണമെന്ന് നിർബന്ധമൊന്നുമില്ല. നമ്മൾ വെച്ച് ഭക്തിയോട് കൂടി കൊടുത്തു കഴിഞ്ഞാൽ അത് നമ്മുടെ കണ്ണുകൾക്ക് ദൃഷ്ടിഗോചരമല്ലാത്ത രീതിയിലും വന്ന് അത് കഴിച്ചിട്ട് പോകും. അല്ലാതെ കാക്ക വന്ന് എടുത്തില്ല എന്ന് പറഞ്ഞ് വിഷമിച്ചിരിക്കുന്ന പലരെയും കാണാറുണ്ട്. അതിൻ്റെ ഒന്നും ആവശ്യമില്ല. അപ്പം നമ്മളെന്ത് ചെയ്യണം, നല്ല ഭക്തി പുരസ്സരം ഇത് ചെയ്യണമെന്നാണ് പറയുന്നത്. ഇത് എന്തായാലും ഈ മധ്യാഹ്നം കഴിഞ്ഞു പോകരുത്
ഈ ഇലയിൽ വിളമ്പി കൊടുക്കുക എന്ന് പറയും. മിനിമം ഒരു 11:45 മുതൽ ഒരു 12:30-ക്കുള്ളിലുള്ള സമയത്ത് സദ്യ വിളമ്പി കാക്കകൾക്ക് കൊടുക്കുന്നതാണ് ഏറെ ഉത്തമമായിട്ട് പറയുന്നത്. ഈ സമയത്ത് നമ്മളിങ്ങനെ ഇല കൊണ്ടുവയ്ക്കുമ്പോൾ നമ്മളൊരു മന്ത്രം ജപിക്കണം. 3 വട്ടം ഈ മന്ത്രം ജപിച്ച് പറയുമ്പോഴാണ് ഈ ആഹാരം സ്വീകരിക്കുന്ന പിതൃക്കളിൽ ഒരുപാട് പേര് വരും. നമ്മൾ രാവിലെ പിതൃക്കൾക്ക് ബലിയിട്ട് കഴിഞ്ഞു, എന്നിട്ടാണ് ആഹാരം കൊടുക്കുന്നത്. അപ്പൊ ഇത് അകത്തൂട്ടെന്ന് പറയുന്ന രീതിയിൽ, അകത്ത് വെച്ച് കൊടുക്കും എന്നൊക്കെ പറയുന്ന രീതിയിൽ പലരും ചെയ്യുന്നുണ്ട്. അത് വേറെ. ഞാൻ പുറത്ത് കാക്കകൾക്ക് കൊടുക്കുന്ന കാര്യത്തിലാണ് ഇവിടെ പറയുന്നത്. ആ സമയത്ത് നിങ്ങൾ ഈ മന്ത്രം ഒന്ന് ജപിക്കുക എന്നുള്ള 3 വട്ടം ഈ മന്ത്രം ജപിക്കണം. മന്ത്രം ഞാൻ ആദ്യം ഒന്ന് എഴുതി കാണിക്കാം. ഓം പിതൃഗണായ വിദ്മഹേ ജഗദ്ധാരിണ്യേ ധീമഹി തന്നോ പിതൃപ്രചോദയാത്. ഓം പിതൃഗണായ വിദ്മഹേ ജഗദ്ധാരിണ്യേ ധീമഹി തന്നോ പിതൃപ്രചോദയാത്. ഇത് പിതൃഗായത്രി എന്ന് പറയുന്ന മന്ത്രമാണ്. ഈ ഗായത്രി മന്ത്രം നമ്മൾ 3 ജപിക്കുക. ചിലയിടത്ത് 8 ജപിക്കുന്നുണ്ട്. 8 ജപിക്കുന്നതിൽ വിരോധമില്ല. ഇങ്ങനെ ജപിച്ചാണ് നിങ്ങൾ കൊടുക്കുന്നതെങ്കിൽ ശേഷമായിട്ട് ഏതെങ്കിലുമൊക്കെ ആത്മാക്കൾക്ക് ഇങ്ങനെ അലഞ്ഞ് തിരിഞ്ഞ് നടക്കേണ്ടി വരികയാണെങ്കിൽ അവരും കൂടി വന്ന് ഈ അന്നം ഭുജിച്ച് അവർ സംതൃപ്തിയോടുകൂടി നമ്മളെ അനുഗ്രഹിച്ചിട്ട് പോകും. അതല്ലാതെ നമ്മൾ പിതൃബലി മാത്രം ഇട്ടിട്ട് വീട്ടിൽ വന്നിരിക്കുക, പിന്നെ ചില സൽക്കാരങ്ങൾ പിന്നെ പുറത്തു പോയി കറങ്ങി അടിക്കുക, അത് നിങ്ങൾ ചെയ്യുന്നത് എന്തോ ആ ദിവസം എന്തോ ഒത്തുകൂടാൻ വേണ്ടിയിട്ട്, മദ്യസൽക്കാരത്തിന് വേണ്ടിയിട്ട് ചെയ്യുന്ന പോലെയൊക്കെ പല വീടുകളിലും കണ്ടുവരുന്നുണ്ട്. ഒരിക്കലും പാടില്ലാത്ത കാര്യമാണ്. നിങ്ങൾ ബലിയിട്ടതിൻ്റെ തന്നെ പോകുന്ന പുണ്യം കിട്ടാതെ പോകുന്ന ഒരവസ്ഥ ഉണ്ടാക്കാറുണ്ട് പലയിടത്തും. നമ്മൾ ഒടുവിൽ പ്രശ്നങ്ങൾ കൂടുതൽ വരുമ്പോൾ രാശി എടുത്ത് നോക്കുമ്പോൾ അവർ പറയും, തിരുമേനി ഞങ്ങൾ ബലിയിടുന്നുണ്ട്, എല്ലാ വർഷവും ബലിയിടുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് എന്താ ചെയ്യുക? അത് ബലിയിട്ടിട്ട് വന്ന് പിന്നെ വ്രതമൊക്കെ ആയിരുന്നില്ലേ, അത് കഴിഞ്ഞ് വ്രതമൊക്കെ മുറിച്ച് എങ്ങനെയാ വ്രതം മുറിക്കുന്നത്? അപ്പോഴാണ് ഓരോ കാര്യങ്ങൾ പറയുന്നത്. ചിലര് മദ്യപാനമായിരിക്കും, ചിലർ വേറെ പല കാര്യങ്ങൾ, എല്ലാം ഞാൻ ഇവിടെ പറയുന്നില്ല. എന്തായാലും ആ വ്രതഭംഗം വരുത്തുന്ന കാര്യങ്ങൾ എല്ലാം ചെയ്യും. ആ ദിവസം നിങ്ങൾ പൂർണ്ണമായിട്ട് വ്രതം എടുത്തില്ലെങ്കിലും ഒന്നും പറയില്ല. പക്ഷെ ഒന്ന് വൈകുന്നേരം വരെയെങ്കിലും നിങ്ങൾ ആ വ്രതത്തിൽ നിൽക്കുക എന്നുള്ളത് പ്രധാനമാണ്. കാര്യം എന്ന് പറഞ്ഞാൽ ഇത് പിതൃക്കളുടെ ദിവസമാണ്. അവർ നമ്മളെ കാണുന്ന എങ്ങനെയായിരിക്കണം? നമ്മൾ പ്രസന്നതയോടുകൂടി നല്ല സ്വഭാവ ശുദ്ധിയോടുകൂടി തന്നെ നമ്മൾ കാണപ്പെടണം. അവർ അനുഗ്രഹം തരാൻ വരികയാണ്. ആ സമയത്ത് മദ്യപാനത്തിന്റെ ലഹരിയിലൊക്കെ ഇരുന്ന് കഴിഞ്ഞാൽ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. നിങ്ങൾ പലരും വിചാരിക്കുന്നത്, പിന്നെ ഇതിൽ പലരും വിചാരിക്കുന്നത് എന്താണ്, പിതൃ എന്ന് പറയുന്നത് ഈ ആഹരിക്കാൻ വരുന്നത് അതിൻ്റെ പിതൃഗുണം. അതായത് മുന്നേ കാലത്ത് ഇവിടെ സിഗരറ്റ് വലിക്കുന്ന ഒരാളാണ്, മദ്യപിക്കുന്ന ഒരാളാണ്, അതുകൊണ്ട് തന്നെ ഇതെല്ലാം വച്ചിട്ട് പിതൃവിനെ പ്രീതിപ്പെടുത്തണമെന്നൊക്കെ ചിലർ ധരിക്കുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ അത് ചാവുകൾ എന്ന് പറയുന്ന ഒരു സമ്പ്രദായം ഉണ്ടായിരുന്നു. അത് വീടുകളിൽ തന്നെ അടക്കം ചെയ്തു വയ്ക്കുന്ന, ഒരു പിതൃവിന് മോക്ഷമൊന്നും കൊടുക്കാതെ വയ്ക്കുന്ന, അവർ ചെയ്തു വരുന്ന അത് ജീവിച്ചിരുന്ന സമയത്ത് എന്തൊക്കെ ഇഷ്ടമുണ്ടായിരുന്നു അതൊക്കെ വെച്ച് കൊടുക്കുന്നതാണ്. ചിലപ്പോൾ ഉള്ളിലുള്ള താല്പര്യങ്ങളായിരിക്കും. എനിക്കറിയാം, ഒരു അമ്മ ദോശയൊക്കെ ചുട്ടുവയ്ക്കുക. ആ ദിവസം മരിച്ചുപോയ അപ്പൂപ്പന് ഇഷ്ടമായിരുന്നു ദോശയും ചമ്മന്തി. അതൊക്കെ അവരുടെ മനസ്സിൻ്റെ ഒരു ഇതെന്നേ ഞാൻ വിചാരിക്കുന്നുള്ളൂ. പക്ഷെ പിതൃക്കള് നമ്മളെ കാണുമ്പോൾ എന്താണ്, നമ്മൾ കൊടുക്കുന്ന ഭോജ്യ അത് ശുദ്ധമായിരിക്കുക എന്നുള്ളത് മാത്രമേ എടുക്കുന്നുള്ളൂ. അവർ ആ ദിവസം അത് കഴിഞ്ഞിട്ട് കടന്നു പോകും. പക്ഷേ നിങ്ങളിങ്ങനെ വിപരീതമായിട്ടുള്ള മോശപ്പെട്ട അവസ്ഥയിലാണ് കാണപ്പെടുന്നതെങ്കിൽ അതിന് മോക്ഷം ഉണ്ടാവുകയും. അതാണ് ഞാൻ പറഞ്ഞു വരുന്നത്. ഈ മന്ത്രം നിങ്ങൾ കൃത്യമായിട്ട് ജപിച്ചു കൊടുക്കാമെങ്കിൽ എല്ലാ പിതൃക്കൾക്കും വളരെ ഗുണകരമായിട്ട് കാണപ്പെടുകയും, ഇനി മോക്ഷം ഇല്ലാണ്ട് ചുറ്റി അലയുന്ന ഏതെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് മോക്ഷം കിട്ടും എന്നുള്ളത് നിങ്ങൾ മറക്കാതിരിക്കേണ്ടതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ പൂർണ്ണമാവുകയാണ്. ഇതിൻ്റെ കീഴെ കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ പേര്, നിങ്ങളുടെ വയസ്സ്, നിങ്ങളുടെ നക്ഷത്രം ഇവ രേഖപ്പെടുത്തിയാൽ ഇവിടെ നടക്കുന്ന പൂജാ പ്രാർത്ഥനകളിൽ നിങ്ങളെ ഉൾക്കൊള്ളിക്കാൻ കഴിയുന്നതാണ്. 1 മാസത്തേക്കായിരിക്കും ഇപ്രകാരം ചെയ്യുന്നത്. കൂടുതലായിട്ട് വേണമെന്നുള്ളവർ ഇനി തൊട്ട് ഇതിൽ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോകളുടെ കീഴെ നിങ്ങളുടെ ഡീറ്റെയിൽസ് ഇങ്ങനെ കൊടുത്താൽ മതി. അതിനായിട്ട് ഇതുവരെയ്ക്ക് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ അത് ചെയ്യുക. ഒപ്പം തന്നെ ഈ വീഡിയോ ഒന്ന് ലൈക്ക് കൂടി ചെയ്യുക. ഇതിൽ കാണുന്നത് എൻ്റെ വാട്സപ്പ് നമ്പറാണ്. ജ്യോതിഷ സംബന്ധമായതും പൂജാ സംബന്ധമായതുമായ അപ്പോയിൻമെൻറ്റിന് വേണ്ടിയിട്ടാണ് ഇത് നൽകിയിരിക്കുന്നത്. നേരിട്ട് വിളിച്ചു കഴിഞ്ഞാൽ കിട്ടുകയില്ല. നിങ്ങളുടെ പേര്, നിങ്ങളുടെ സ്ഥലം ഇവ രേഖപ്പെടുത്തി വാട്സപ്പിലൂടെ മെസ്സേജ് ചെയ്യുക. അപ്പോൾ അഡ്മിൻ ഒരു മാർഗ്ഗനിർദ്ദേശം അയച്ചു നൽകുന്നതാണ്. ആ മാർഗ്ഗനിർദ്ദേശം അനുസരിച്ച് അപ്പോയിൻമെൻ്റ് എടുത്തിട്ട് വിളിക്കാവുന്നതാണ്. പ്രിയപ്പെട്ടവരെ, ഇപ്പോൾ യൂട്യൂബിൽ ഒരു സ്റ്റോർ നമ്മൾ ആരംഭിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് ആവശ്യമുള്ള പൂജാ സാധനങ്ങൾ മേടിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സ്റ്റോറാണിത്. കുറേ സാധനങ്ങൾ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. നിങ്ങളുടെ ആവശ്യത്തിന് വേണ്ടുന്ന കാര്യങ്ങൾ നിങ്ങൾ നോക്കിയിട്ട് നിങ്ങൾക്ക് ആ തുകയ്ക്ക്
മേടിക്കാൻ ഇത് ഗുണകരമാണോ എന്നൊക്കെ ഒന്ന് സെർച്ച് ചെയ്തിട്ട് വേണമെങ്കിൽ ഇത് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാവുന്നതാണ്. ഈ രീതിയിലാണ് മൊബൈൽ ഫോണിൽ കാണപ്പെടുക. കണ്ടില്ലേ, ഇങ്ങനെ നമുക്ക് സ്റ്റോർ നോക്കിയിട്ട് നമുക്കതിൽ പ്രവേശിക്കാം. ഇതിൽ കുറേ കാര്യങ്ങൾ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. പുതുതായിട്ട് ചില കാര്യങ്ങൾ ഉടനെ ആഡ് ചെയ്യുന്നതാണ്. ഈ രീതിയിലാണ് നമ്മൾ കമ്പ്യൂട്ടറിലൂടെ ലാപ്ടോപ്പിലൂടെയൊക്കെ നോക്കുമ്പോൾ കാണപ്പെടുന്നത്. ഈ രീതിയിൽ നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്. മൊബൈൽ ഫോൺ വഴിക്കും കമ്പ്യൂട്ടർ വഴിക്കും നിങ്ങൾക്കത് ചെയ്യാവുന്നതാണ്. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ മറ്റൊരു വിശേഷമായിട്ട് വീണ്ടും കണ്ടുമുട്ടും വരെ എല്ലാവർക്കും നമസ്കാരം. നിങ്ങളുടെ സ്വന്തം RJ ഹരിചന്ദന മഠം. നമസ്തേ.